സ്ത്രീധനമായിട്ട് കിട്ടിയ ഭാര്യയുടെ സ്വർണം ഭർത്താവ് ഭാര്യ അറിയാതെ എടുത്ത് പണയം വെക്കുന്നു. ഇതറിഞ്ഞ ഭാര്യ കംപ്ലൈന്റുമായിട്ട് നേരെ കോടതിയിലെത്തി. അപ്പതേ ഭർത്താവിന്റെ വക വേറൊരു ട്വിസ്റ്റ്. ഈ കൊടുത്ത പരാതിയിൽ ആ ഭാര്യ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ത്രീധനമായിട്ട് കൊടുത്ത മുതലാണ് തിരിച്ചു വേണ്ടതെന്ന്. അപ്പൊ ഭർത്താവിന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു, സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവിനെതിരെ കൊടുത്ത കംപ്ലൈന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തനിക്ക് കിട്ടിയ സ്ത്രീധനമാണ്. അപ്പൊ പിന്നെ ഭാര്യയുടെ പേരിൽ കേസ് എടുക്കണമെന്നാണ് ഭർത്താവ് പറയണത്. പറഞ്ഞ് കേസ് അങ്ങ് സുപ്രീം കോടതി വരെ എത്തി. പക്ഷെ കോടതി പറഞ്ഞത് കംപ്ലൈന്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഭാര്യക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ്. ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ സെക്ഷൻ 3 പ്രകാരമാണ് ഈ ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തെറ്റായി മാറുന്നത്. പക്ഷെ ഈ സെക്ഷനിൽ എവിടെയും കംപ്ലൈന്റ് കൊടുത്ത ലെറ്ററിൽ എഴുതിയ കാരണങ്ങൾ കൊണ്ടിട്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറയണത്. അത് മാത്രമല്ല, ഭാര്യനെ സുപ്രീം കോടതി ഈ കേസിൽ വിക്ടിമായിട്ടാണ് കണക്കാക്കിയത്. എങ്ങനെയൊക്കെ നോക്കിയാലും പണി കിട്ടിയത് ഭർത്താവിന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ഒരു വിധി കേട്ടിട്ട് തോന്നുന്നതെന്ന് താഴെ എന്തായാലും കമന്റ് ചെയ്തോ. നിങ്ങളുടെ അവകാശങ്ങൾ കൂടുതൽ അറിയാനായി ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.